ഡോക്ടർ ഹാരിസ് ഹസൻ തിരികൊളുത്തിയത് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു വലിയ സംശയം, ആശങ്ക ഉണ്ടാകുന്നത് നവീൻ ബാബുവിനെ നമ്മൾ മറന്നിട്ടില്ലല്ലോ. ആ നവീൻ ബാബുവിൻ്റെ ഗതി ഉണ്ടാക്കുമോ എന്നാണ്. കാരണം കളിച്ചത് തീക്കട്ടയുടെ മേലാണ്. അതെ അതെ, എനിക്കത് മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ ഒരു പോലെ വന്നാൽ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സത്യസന്ധൻ, ഡോക്ടർ ഫാരിസ് ചിറക്കലിനെ പോലെ സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനുമാണെങ്കിൽ അതിനപ്പുറം, ഫാരിസ് ചിറക്കൽ എന്നുള്ളതിനപ്പുറം പുള്ളിക്ക് ജോലിയൊക്കെ പുല്ലാന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞു. പ്രൈവറ്റിൽ പോയ ഇതിൻ്റെ ഇരട്ടി ശമ്പളത്തിൽ സുഖമായിട്ട് അദ്ദേഹത്തിന് പറ്റും. നോക്കിയിരിക്കുകയാണ് പുള്ളി അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ജോലിയല്ല പുള്ളിയുടെ പ്രശ്നം. പുള്ളിയെ എപ്പോഴും വിഷമിപ്പിക്കുന്നത് രോഗിയാണ്, രോഗികളുടെ പ്രശ്നമാണ്. ഇത്രയും ആത്മാർത്ഥതയുള്ളൊരു ഡോക്ടർമാർ വല്ലപ്പോഴുമൊക്കെ ജനിക്കാറുള്ളൂ. സ്വന്തം സമ്പത്ത്, സ്വന്തം ആസ്തി, സ്വന്തം ഫീസ്, ഇതിനു വേണ്ടി നിലകൊള്ളുന്ന ഡോക്ടർമാരുടെ പരമ്പരയിൽ അഭൂതപൂർവമായി സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത് പോലെ ജനിക്കുന്ന അപൂർവം ഡോക്ടറാണ് ഇദ്ദേഹം. ഡോക്ടർ KN പയ്യെ പോലെ, ഡോക്ടർ പിൻറ്റോയെ പോലെ, കോട്ടയം കുമാരനരിയിൽ സൗജന്യമായിട്ട് രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ച് നൽകുന്ന ഡോക്ടർ കുമാറിനെ പോലെ. അങ്ങനെ കാണാം ഗ്രാമീണ ഗ്രാമാന്തരങ്ങളിൽ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഡോക്ടർമാരുണ്ടാവാൻ, രോഗികൾക്ക് വേണ്ടി മരുന്ന് തമിഴ്നാട്ടിലുണ്ട് അങ്ങനെ ഒരു ഡോക്ടർ. ഇന്ത്യയിലുടനീളം അങ്ങനെ ഉണ്ടാവും. പക്ഷേ വളരെ വളരെ അപൂർവമായി ആയിരങ്ങളിലൊരുവനായിട്ട് ഉള്ള ഡോക്ടർമാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പക്ഷേ അയാൾക്ക് ജോലി ഒരു പ്രശ്നമല്ല, അയാൾ ക്വാളിഫൈഡ് ആണ്, ഡോക്ടറാണ്. പക്ഷേ സിവിൽ സർവീസിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അത് അന്വേഷിക്കുകയാണെങ്കിൽ അവർക്ക് യോഗേഷ് ഗുപ്തയുടെ ഗതി വരില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം പോലീസിന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പോലീസ് ഗവൺമെൻറ്റിനെ അല്ല അംഗീകരിക്കേണ്ടത്, നിയമത്തെയാണ്. അവർക്ക് മുകളിൽ നിയമം അല്ലെങ്കിൽ ചട്ടമല്ലാതെ വേറൊന്നുമില്ല എന്നാണ് കോടതികൾ പറഞ്ഞ് ഉരുവിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ അവർ നടപടികൾ സ്വീകരിക്കുമ്പോൾ ആ നടപടി അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിനെ താങ്ങുന്നവർക്ക് അവരുടെ പിണിയാളുകൾക്കെതിരായിട്ട് വരുമ്പോൾ അവർക്കുള്ള പ്രൊമോഷനും എല്ലാം തടസ്സത്തിലാക്കാനുള്ള വകുപ്പുകൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അവർ വളരെ സമർത്ഥമായിട്ട് അത് പ്രയോഗിച്ചിരുന്നു. യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ എന്താ കാര്യം? PP ദിവ്യയ്ക്ക് ബിനാമി ഇടപാടുകൾ ഉണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിവ് കിട്ടി. അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കേന്ദ്ര കേഡറിലേക്കുള്ള നീക്കത്തിന് തടസ്സമായി നിന്നു. ഒരൊപ്പ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകളൊന്നുമില്ല എന്നുള്ളൊരൊപ്പ് എല്ലാ കേന്ദ്ര ഗവൺമെൻറ്റിനും ഞാൻ സർവീസിലിരുന്നപ്പോഴും ഉള്ളതാണ് എന്നുള്ള ഒരു നോ ഒബ്ജെക്ഷൻ. വിജിലൻസിൻ്റെ ഒരു ക്ലിയറൻസ്, പ്രൊമോഷൻ ആകുമ്പോഴും അത് വേണം. വിജിലൻസ് ഓർക്കണം, സെൻട്രൽ വിജിലൻസ് ഡയറക്ടർ ഒപ്പിടണം അതിൽ. ആ ഒരു കാര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു സെക്രട്ടേറിയറ്റിലെ കൂപമണ്ഡൂകങ്ങൾ. അദ്ദേഹം അതിൻ്റെ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് DGP ആയിട്ടും പ്രൊമോഷൻ കിട്ടിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം ആരായിരിക്കും DGP എന്ന് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ. അതുപോട്ടെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കുരുക്ക് സൃഷ്ടിക്കാൻ കഴിയും ഗവൺമെൻറ്റിന്. അങ്ങനെ കുരുക്കിന് വീണ്ടും വിധേയരാകുമോ ഈ അന്വേഷിക്കുന്ന IPS ഓഫീസർ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. ഇതിനുമപ്പുറം വിജയനാഥ്, നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ ഫാരിസ് ചിറമേലിനെ നമ്മൾ ആരാധിക്കണം. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷന്, മകൻ്റെ എന്തോ ഒരു കേസിന് വേണ്ടി കണ്ണൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അദ്ദേഹം നേരിട്ട് പോയിട്ട് അവിടെ നിൽക്കുന്ന 100,000 പേരുണ്ട്. വിജയനാഥ് കണ്ടിട്ടുണ്ടാവുമല്ലോ, കണ്ണാശുപത്രിയിലെ ക്യൂ, പൊള്ളുന്ന വെയിലത്ത് ആ ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ആളാണ്. അദ്ദേഹം ഫോണിലൊന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തുമായിരുന്നു. ആ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ജനങ്ങളിൽ ഒരുവനായിട്ട് നിന്ന ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ നോക്കൂ, നമ്മൾ ഇപ്പോൾ ഒരു MBBS ഡോക്ടർ ആണെങ്കിൽ പോലും ആഡംബര കാറിൽ സഞ്ചരിക്കുന്ന ഈ കാലത്ത് 2 വീലറിൽ സഞ്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ശരീരം ഒറ്റ വാച്ച് പോലും ഇടാതെ കൊണ്ടാണ് ഇത്രയും മനുഷ്യനായിട്ട് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. ഇദ്ദേഹം പലതവണ രോഗികൾക്ക് വേണ്ടി വാദിച്ചു, ആ ഉപകരണം വേണം, ഈ ഉപകരണം വേണം എന്ന് പറഞ്ഞ് രോഗികൾക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചു. കൊടുത്തില്ല. ആ ഫയലുകൾ പൂഴ്ത്തിവെച്ചു സർക്കാർ സംവിധാനം, റെഡ് ടേപ്പിസം കൊണ്ട്. ഇത് വിജയനാഥൻ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാം നമ്പർ 1 എന്ന് പറയുന്ന മെഡിക്കൽ കോളേജുകളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കാര്യം എന്താ? ഈ ഫണ്ട് എന്ന് പറയുന്നത് കിട്ടുകയില്ലെന്നറിയാം. അതുകൊണ്ട് മന്ത്രിയെ മുഷിപ്പിക്കണ്ട എന്ന് കരുതി മന്ത്രിയെ സുഖിപ്പിക്കാൻ വേണ്ടി ഈ റെഡ് ടേപ്പിനുള്ളിൽ ഫയൽ ഭദ്രമായിട്ട് അടച്ചു വയ്ക്കുക. ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ദാരിദ്ര്യാവസ്ഥയാണ്.
ഇതാണ് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ്. ഇവർക്ക് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ള തുകയുടെ 1/3 പോലും, പലപ്പോഴും 4/1 പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതായിരുന്നു നമ്മുടെ KN ബാലഗോപാലിൻ്റെ ബി പ്ലാൻ എന്ന് പറയുന്നു. ആ ബി പ്ലാനിൻ്റെ നടപ്പാക്കലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇരകളാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ രോഗികൾ. ആ രോഗികൾക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് ഈ ഹാരിസ് നടത്തിയത്. അല്ല അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിനോ ജോലിക്കോ പ്രൊമോഷനോ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് ഓർക്കണം നമ്മൾ. അങ്ങനെ മനുഷ്യത്വമുള്ള ഡോക്ടർമാരാണ് ഈ പ്രശ്നം. അതുപോലെ തന്നെ വിജയനാഥ് തന്നെ കണ്ടിരിക്കും. മെഡിക്കൽ കോളേജിൻ്റെ വരേന്ദ്രി, പണ്ട് ബിനു മാതൃഭൂമിയിൽ 9ാം വാർഡിൻ്റെ ഫോട്ടോ ഇട്ടു, അദ്ദേഹം അവാർഡും വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷേ ഇന്നും അതേപോലുള്ള അരക്ഷിതാവസ്ഥയിലാണ് സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് പേര് കിട്ടിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. നുരയുകയാണ് പുഴുക്കളെ പോലെ അതിൻ്റെ വരാന്തിയിൽ. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, അതും നടക്കുന്നില്ല ഫണ്ടിന്. പക്ഷെ രാജേന്ദ്ര, ഈ സർക്കാർ ആശുപത്രികളിലൊക്കെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പ്രഗത്ഭന്മാരായ ഡോക്ടർമാരുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, ഏക്കാതെ. കാരണം ഈ സ്വകാര്യ ആശുപത്രികളിൽ തലപ്പത്തിരിക്കുന്നവർ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ പ്രഗത്ഭര്. അതെ, ഈ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചത്. ബാക്കിയെല്ലാം വിദേശത്ത് പോയി കോടിക്കണക്കിന് രൂപ കൊടുത്ത് പിന്നെ മെഡിക്കൽ ബിരുദവും വാങ്ങിച്ചുകൊണ്ട് വന്നവരാണ്. തീർച്ചയായിട്ടും. പക്ഷേ അവിടേക്കാണ് എല്ലാവരും ഒഴുകുന്നത്. പക്ഷെ ഇവിടെയാണ് അപാരമായിട്ടുള്ള കഴിവുള്ള ഡോക്ടർമാര്. അവരുടെ സേവനം വേണ്ട തരത്തിൽ സർക്കാരിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സത്യമാണ്. അതുപോലെ തന്നെ വിജയനാഥ് വേറൊരു കാര്യം കൂടെ നമ്മൾ കാണണം. അടുത്തിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്കിടയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയിട്ട് വലിയ ശമ്പളം കിട്ടൂടെ, അതിനുവേണ്ടി ഡ്യൂട്ടിക്കിടയിൽ നിന്ന് ലീവ് പോലും എടുക്കാതെ തൻ്റെ ഗവൺമെൻറ് ഡ്യൂട്ടിക്കിടയിൽ രോഗികളെ അവിടെ ക്യൂ നിർത്തിയ ശേഷം ആ ഗവൺമെൻറ് ഡോക്ടർ, ഇത്രയും ഭീമമായ ശമ്പളം വാങ്ങിക്കുന്ന ഡോക്ടർ കാരിത്താസിൽ പോയി പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തി. ഇത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജിലെ അധ്യാപകരെ ഈ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തരുതെന്നാണ്, അതിന് പകരം പുള്ളിയുടെ ഭാര്യ ആയുധമാക്കിക്കൊണ്ട് അതിൻ്റെ മറവിൽ ടണലിൽ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്ന ഉദരംഭരികളായിട്ടുള്ള ഡോക്ടർമാരും ഉണ്ട്, അത്യാഗ്രഹികളായിട്ടുള്ള ഡോക്ടർമാർ. തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടർ തന്നെ, സാധാരണഗതിയിൽ ഈ ഡോക്ടർമാരൊന്നും പ്രൈവറ്റ് പ്രാക്ടീസിൻ്റെ ഇടയ്ക്കോ ഒരു ദിവസം പോയി പിറ്റേ ദിവസം ആ രോഗം മാറിയിട്ടില്ലെങ്കിൽ വീണ്ടും ഫീസ് വാങ്ങിക്കാറില്ല. കേരളത്തിലെ ജനറൽ ആശുപത്രിയിലെ വിദഗ്ധയായിട്ടുള്ള ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള, പേര് ഞാൻ പറയുന്നില്ല, നമുക്ക് നാണക്കേടാണ്, ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അവരുടെ ചികിത്സ കൊണ്ട് രോഗം മാറാതിരുന്നാലും പിറ്റേ ദിവസം ചെന്നാൽ ഒന്നുകൂടെ ചെന്ന് സംശയം ചോദിച്ചാൽ അപ്പോൾ പൈസ വെച്ചിട്ട് പോ എന്ന് പറയുന്ന ഡോക്ടർമാരുണ്ട്. അങ്ങനെ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കിടയിൽ ഈ ഡോക്ടർ ഫാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഒരു അപൂർവതയാണ്. ആ അപൂർവത ഉള്ളതുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകൾ എത്രയോ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഈ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി വൻ തോൽവിയാണ് എന്നുള്ളതിൻ്റെ ഉറച്ച പ്രഖ്യാപനമാണ്. ഇവരെന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് അവർ ചാടുന്നത്. അവരൊരു ബ്യൂറോക്രാറ്റാണോ? അവരൊരു മന്ത്രിയല്ലേ? എനിക്ക് അതിൻ്റെ ഫയൽ വന്നിട്ടില്ല. തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ്, അവർക്ക് ഗവൺമെൻറ്റിൻ്റെ കാറില്ലേ ഒരു മിന്നൽ പരിശോധന നടത്തിക്കൂടെ? ഇവിടെ എന്താ നടക്കുന്നതെന്ന്, എത്ര ഓപ്പറേഷൻ ഉണ്ടോ അതുകൊണ്ട് കണക്ക് കൃത്യമായിട്ട് അവരെടുക്കണ്ടേ? അതിനവിടെ ചടഞ്ഞു കൂടിയിരുന്നും കൊണ്ട് അത് എന്താണെന്ന് പരിശോധിക്കും. അവിടെ ഇരുന്നുകൊണ്ട് ഓഫീസറെ പോലെ. തൊട്ടടുത്തല്ലേ മെഡിക്കൽ കോളേജ്. 2016 അവർ വന്നത് സഭയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അതിനകത്ത് സഭയും കോടിയേരി പാർട്ടിയുമായിട്ട് വലിയ ഡീലിങ്സ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ഡീലാണ് അവരൊരു മന്ത്രിയല്ല, ഒരു ഡീലാണ്. എന്നിട്ട് 2021 സഭ അതിശക്തമായിട്ട് സമ്മർദ്ദം ചെലുത്തി മന്ത്രിസ്ഥാനം കരസ്ഥമാക്കി കൊടുക്കണമെന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് അവരെ നിയമിച്ചത് പോട്ടെ, അവരുടെ പേഴ്സണൽ സ്റ്റാഫ് ആരെങ്കിലും ഇതിനൊരു ഉപദേശം കൊടുക്കണ്ടേ? അതിനല്ലേ പേഴ്സണൽ സ്റ്റാഫിനെ അണ്ടനെ അടകോടനെ എടുത്തിട്ട് പേഴ്സണൽ സ്റ്റാഫാക്കി വെച്ചിരിക്കുക. സഹിക്കാൻ പറ്റില്ല. ഇതിൻ്റെ സഫർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട രോഗികളാണ്. കഴിഞ്ഞ ദിവസമാണ് വിജയനാഥ് തന്നെ അറിഞ്ഞതാണല്ലോ, അവിടെ സന്നിപാത ജ്വരം ബാധിച്ച ഒരു കുട്ടി അന്ന് അവിടെ കിടന്നഴയുകയാണ് ചോരയും തുപ്പിക്കൊണ്ട്. ഈ നമ്മുടെ പത്രക്കാരും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി. ബിനു ഉണ്ടായിരുന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തു, അദ്ദേഹം അവാർഡ് വാങ്ങിച്ചു, കഴിഞ്ഞു എല്ലാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്തേക്കാൾ കഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് പറയും 7 ലക്ഷം കൊടുത്തു 70 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കാര്യമില്ല. ആ പണം അങ്ങനെയുണ്ടെങ്കിൽ അത് അഴിമതി നടന്നിട്ടുണ്ട്, അതും നോക്കാനുള്ള ബാധ്യത. അത് ശരിയായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ശരിയായിട്ടുള്ള ആളുകളിലേക്ക് പോകുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതലയുള്ള മന്ത്രിയാണ്. ഞാൻ ഇത്രയും കൊടുത്തിട്ട് കാര്യമില്ല. ആ കൊടുത്തത് അതിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുകയും വേണം. ആശുപത്രി അഡ്വൈസറി കമ്മിറ്റി എന്താണോ പറഞ്ഞതെന്നറിയാം വിജയനാഥ്? അവർ പറഞ്ഞത് ഈ മെഡിക്കൽ കോളേജിലുള്ള ഈ ഉപകരണങ്ങൾ പകൽ പ്രവർത്തിക്കത്തില്ല, രാത്രിയാകുമ്പോൾ മാത്രമേ അവർ പ്രവർത്തിക്കുന്നു.
ലാബുകളിലെ ഉപകരണങ്ങളുണ്ടല്ലോ, നമ്മുടെ ഹൃദയമെടുപ്പ് പരിശോധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം പരിശോധിക്കാനുമുള്ള ഉപകരണങ്ങൾ, വൻ ചിലവാണ് അതൊക്കെ ഒന്ന് വെച്ച് പരിശോധിക്കാൻ. ഇവർ രാത്രിയാവുമ്പോൾ ഇത് കേടാണെന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഉണ്ടോ അത് ചോദിക്കാൻ? രോഗികൾക്കൊന്ന് പരിശോധിക്കാൻ പറ്റുമോ? 4,000-5,000 രൂപ കൊടുത്ത് പുറത്തു പോയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ അവർ തമ്മിലൊരു ലോബിയുണ്ട്. ഈ പ്രൈവറ്റായിട്ടുള്ള പുറത്തുള്ള ലാബുകളുമായിട്ട്, അതിൻ്റെ ഉടമസ്ഥന്മാരുമായിട്ടുള്ള ഡീൽ അവിടെയുണ്ട്. ഇവിടെ ഡീൽ വെച്ചൊരു മന്ത്രി, ഡീൽ വയ്ക്കുന്ന മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥന്മാർ, ഇതെല്ലാം കൂടെ ചേർന്ന ബ്യൂറോക്രസിയുടെ കരിനിഴലിലാണ് നമ്മുടെ പാവപ്പെട്ട രോഗികളെ കരിനിഴൽ ചിത്രങ്ങളായിട്ട് ഇവർ വരച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.